നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന സമയപരിധി കൂട്ടി കേന്ദ്ര സർക്കാർ. പുതിയ നിർദ്ദേശപ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് 45 ദിവസം സമയപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം നഗരപ്രദേശങ്ങളിൽ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമേ ബുക്കിംഗ് നടത്താൻ സാധിക്കൂ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്നും ഇന്ധന ലഭ്യത സുരക്ഷിതമാണെന്നാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം രാജ്യത്തുടനീളം പാചകവാതക പ്രതിസന്ധി രൂക്ഷമാണ്. സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായവും പ്രതിസന്ധിയിലാണ്. ബേക്കറി, ഹോട്ടൽ, റെസ്റ്റോറന്റ് തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള വാണിജ്യാവശ്യ സിലിണ്ടറിന്റെ വിതരണം പൂർണ്ണമായി നിലച്ച നിലയിലാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി ഇരുട്ടിലായിരുന്ന കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ വെളിച്ചം വരുത്തുന്നതിന്റെ സന്തോഷത്തിലാണ് കൊച്ചിക്കാർ. കളമശ്ശേരിയിലെ വല്ലാർപാടത്തെ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഈ പാതയിലെ വഴിവിളക്കുകൾക്ക് വൈദ്യുതി നൽകുന്നതിലെ തർക്കങ്ങൾ അവസാനിച്ചതോടെയാണ് ഇപ്പോൾ ഈ പാതയിലെ സ്ഥിരം യാത്രക്കാർക്ക് ആശ്വാസമായിരിക്കുന്നത്. 1.05 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് 40 ലക്ഷമായി കുറയ്ക്കാൻ സമ്മതം മൂളി KSEB. 2015 പ്രവർത്തനക്ഷമമായ 17.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത വഴിവിളക്കില്ലാത്തതിനാൽ പിന്നീട് ഒരു മരണക്കെണിയായി മാറിയിരിക്കുന്നു. 2016 2021 ഇടയിൽ 15 പേർക്കാണ് ഇവിടെ അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്തെ അർഹരായ 65,000 കുടുംബങ്ങൾക്ക് കൂടി മുൻഗണനാ റേഷൻ കാർഡുകൾ. സംസ്ഥാനതല വിതരണോദ്ഘാടനം ഇന്ന്. തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഹാളിൽ വെച്ച് നടക്കുന്ന വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിക്കും. ഇതോടെ LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെയായി മഞ്ഞ, പിങ്ക് എന്നീ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റി നൽകിയ ആകെ കാർഡുകളുടെ എണ്ണം 7,16,692 രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് 7 ലക്ഷം മുൻഗണനാ കാർഡുകൾ തരം മാറ്റി വിതരണം ചെയ്തെന്ന റെക്കോർഡ് കൂടിയാണ് കുറിക്കപ്പെടുന്നത്. ദുബായിൽ സർക്കാർ സേവനങ്ങൾ ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറപ്പെടുവിപ്പിച്ചു. സർക്കാർ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സ്വകാര്യ കരാർ കമ്പനിക്കാരെ നിയന്ത്രിക്കാനും സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പിക്കാനുമാണ് ഈ നടപടി. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ്. സർക്കാർ സേവനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനികൾ ഓരോ വിദേശ ജീവനക്കാരനും പകരം കുറഞ്ഞത് ഒരു UAE പൗരനായെങ്കിലും ജോലിക്ക് നിയമിച്ചിരിക്കണം. ഫുട്ബോൾ ലോകകപ്പിൽ നിന്ന് പിന്മാറി ഇറാൻ. തങ്ങളുടെ നേതാവിനെ വധിച്ച അമേരിക്ക വേദിയാകുന്ന ലോകകപ്പിന് ഇല്ലെന്ന് ഇറാൻ കായിക മന്ത്രി വ്യക്തമാക്കി. അമേരിക്കയുടെ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അഹമ്മദ് ഡൊയാൻ മാലി പറഞ്ഞു. എന്നാൽ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കാൻ ട്രംപ് ഇറാനിയൻ ടീമിനെ സ്വാഗതം ചെയ്തു. തങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരല്ല. അടിസ്ഥാനപരമായി ലോകകപ്പിൽ പങ്കെടുക്കുന്ന സാഹചര്യം നിലവിലില്ല. കഴിഞ്ഞ 9 മാസത്തിനിടെ 2 അമേരിക്കൻ ആക്രമണങ്ങൾ ഉണ്ടായി. നയതന്ത്ര കാരണങ്ങളാൽ അമേരിക്കയിൽ കളിക്കാനാവില്ലെന്ന് ഡൊനാനിയൻ മാലി വ്യക്തമാക്കി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.